റെയിൻബോ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ ഉള്ളത്. അപ്പോൾ നമുക്കൊന്നൊരു റെയിൻബോ വോൾ ഡെക്കർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മോൾഡിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോൾഡിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിവിടെ 2 ക്ലൗഡ്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ ക്ലൗഡ് കട്ട് ചെയ്തെടുത്തിട്ട് മോൾഡിറ്റിന് മുകളിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ എൻഡ്സ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് വാട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെയിൻ ഡ്രോപ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു 6 റെയിൻ ഡ്രോപ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെയിൻബോ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മോൾഡിറ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടി നീളത്തിൽ എടുത്തതിന് ശേഷം ഒരു ബോട്ടിലിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ലെവലായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം. ആദ്യം നമ്മൾ ക്ലൗഡിനെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വൈറ്റ് ആക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് റെയിൻബോ നമുക്ക് പെയിന്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റെഡിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു റോസ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ബ്ലൂല് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു സ്കൈ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ നടുവിൽ അടിച്ചു കൊടുത്തത്. അടുത്തായിട്ട് വൈറ്റില് യെല്ലോ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറും കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെയിൻ ഡ്രോപ്സും കൂടി ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. റെയിൻ ഡ്രോപ്സ് ഞാനിവിടെ ഒരു കോട്ടൺ യാണില് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെയിൻ ഡ്രോപ്സ് നമ്മുടെ റെയിൻബോയുടെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ക്ലൗഡിനും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം. എക്സസ് ആയിട്ട് വന്നിട്ടുള്ള യാണൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇതുപോലെ 2 ഭാഗവും ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വാർണിഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലിയർ നെയിൽ പോളിഷ് ആണ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വോളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബായ്.